നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ സജീവമായ രചന നാരായണൻകുട്ടി തന്റെ ഫോട്ടോഷൂട്ട്, നൃത്തം, മേക്ക് ഓവർ എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ രചന പങ്കിട്ട ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ആരാധകരെ അമ്പരിപ്പിച്ചിരിക്കുന്നത്. തലമുണ്ടനം ചെയ്തു നിൽക്കുന്ന ചിത്രങ്ങളാണ് രചന പങ്കിട്ടത്. ആദ്യം പലരും ഫോട്ടോഷോപ്പാണോ എന്നൊക്കെ സംശയിച്ചു. പക്ഷേ പിന്നീട് ഫോട്ടോയ്ക്ക് നൽകിയ തലക്കെട്ട് വായിച്ചപ്പോഴാണ് താരം യഥാർത്ഥത്തിൽ തലമുണ്ടനം ചെയ്തതാണെന്ന് ആരാധകർക്ക് മനസ്സിലായത്. തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന്റെ ഭാഗമായാണ് തിരുപ്പതിയിലെ പ്രധാന വഴിപാടായ തലമുണ്ടനം ചെയ്തത്. എല്ലാ അഹംഭാവങ്ങളെയും തമോ ഗുണങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഭഗവാന്റെ സന്നിധിയിൽ എന്ന കുറിപ്പോടെയാണ് രചന നാരായണൻകുട്ടി തിരുപ്പതി ക്ഷേത്രത്തിൽ മുടി സമർപ്പിച്ച വിവരം പങ്കുവച്ചത്. ഇതോടെ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ നേർന്ന് എത്തിയത്. നാളുകൾക്ക് മുമ്പ് നടി കൃഷ്ണപ്രഭയും അമ്മയ്ക്കൊപ്പം എത്തി തിരുപ്പതിയിൽ വെച്ച് തലമുണ്ടനം ചെയ്തിരുന്നു. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ. ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക എന്നതാണ് ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തലമുണ്ടനം ചെയ്ത് കുളിച്ച് ശുദ്ധി വരുത്തിയ ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടത്. 2001 മുതൽ മലയാള സിനിമയിൽ സജീവമാണ് രചന. ലക്കി സ്റ്റാർ അടക്കമുള്ള ചില സിനിമകളിൽ നായികയുമായിരുന്നു. രചന നായികയായി വരുമ്പോഴുള്ളതിനേക്കാൾ സ്വീകാര്യത താരം സഹനടി റോളുകൾ ചെയ്യുമ്പോൾ ലഭിക്കാറുണ്ട്. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും നൃത്തവും സ്റ്റേജ് ഷോകളുമെല്ലാമായി രചന സജീവമാണ്. തൃശൂർ സ്വദേശിനിയായ രചന വിവാഹമോചിതയാണ്. വെറും 19 ദിവസങ്ങൾ മാത്രമാണ് രചനയുടെ വിവാഹ ജീവിതം നീണ്ടുനിന്നത്. ശാരീരികമായും മാനസികമായും മുൻ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നു എന്നാണ് രചന മുമ്പൊരിക്കൽ വെളിപ്പെടുത്തിയത്. താരം വിവാഹമോചനം നേടിയിട്ട് 10 വർഷത്തോളമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നു എന്ന തന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നുവെന്നും പിന്നീടാണ് അഭിനയ രംഗത്തേക്ക് നടി കടന്നു വന്നതും. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.